നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ കുവൈറ്റിലുണ്ടായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇതൊക്കെ. കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ടൊമാറ്റോസും ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ ടൊമാറ്റോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പഴുക്കാത്ത തക്കാളി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ട് നിൽപ്പണമെങ്കിൽ ഉടനെ തന്നെ പറിച്ചെടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടി പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കനം കുറച്ച് ഇതുപോലെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി കേട്ടോ നമുക്ക്. അപ്പം ഒരു തക്കാളിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതിന് ചെറുതായിട്ടൊരു കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലെടുത്താലും മതി. ഒരുപാട് കട്ട പച്ച പോലത്തെ തക്കാളി എടുത്തില്ലെങ്കിലും ചെറിയൊരു കളർ മാറ്റം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചും കൂടി പുളി കൂടും. അപ്പം ഇതും നമുക്കിതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള, ഇഞ്ചി, ഒരു 5 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള ഇതുപോലെ തന്നെ നൈസായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നത്, 2ആയിട്ട് നുറുക്കിയ പച്ചമുളകുമാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ നാടൻ കറികൾക്കെല്ലാം നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് നല്ലതുപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഒരേ വേവ് തന്നെ മതി, ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ സവാള വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടണമെന്നില്ല. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്കിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം തന്നെ നല്ലതുപോലെ കുഴഞ്ഞ പോലെ നല്ല രീതിയിൽ, അതുപോലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയും വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി വരട്ടിയത്. നല്ല ചൂടോട് കൂടെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കിത് വേറെ കറിയൊന്നും വേണ്ട. നല്ല പുളിയും എരിവും ഒക്കെയുള്ള നല്ലൊരു കറി. ഈ തക്കാളി വരട്ടിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലൊക്കെ തക്കാളി ഉണ്ടായിട്ട് നിൽപ്പുണ്ടെങ്കിൽ പച്ചയ്ക്ക് തന്നെ ഒരെണ്ണം പറിച്ചെടുത്തോളൂ. വേറെ കറിയൊന്നുമില്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.